ഉണ്ണിയമ്മേ തുമ്പടി വന്നു. ഈ സൈബർ ബുള്ളിങ് നേരിട്ട നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഇനി അറിയപ്പെടാൻ പോകുന്ന ജാസ്മിൻ കൂടെയാണ്. സ്വാഭാവികം. ഇപ്പൊ ഒരു മകളെന്ന രീതിയിൽ അഭിമാനം ഉണ്ടാക്കുന്നതൊക്കെ അപമാനം ഉണ്ടാക്കുന്നതാണല്ലോ നമുക്ക് വിഷമം വരുന്നത്. പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. ഇത്രയും വൃത്തിയേട് എന്താണ് ഈ കണ്ടത്? എനിക്കറിയാൻ പാടില്ല ബ്രോ, എനിക്കിപ്പോഴും അറിയില്ല എന്താന്നുള്ളത്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരാ. എനിക്കിപ്പോഴും അറിയില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ഞാൻ എന്നെ അത്രയും മോശമായിട്ട് ചെയ്തത്? നിങ്ങൾക്ക് അല്ല, നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞോളി. ഇപ്പൊ ജാസ്മിന്റെ ഇന്ന സാധനമാണ് അവിടെ അത്രയും മോശമായിട്ട് ഞങ്ങൾ കണ്ടെന്ന് പറയാൻ എന്തെങ്കിലും അത്രയും കണ്ടിട്ടുണ്ടോ? അറിയില്ല. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കണ്ട. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? അപ്പൊ അവൻ എന്തോ ടെൻഷനിൽ ഇങ്ങനെ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്. ഇപ്പൊ അവൻ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി, ഇങ്ങനെ ചൊറണ്ടിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. ഇതൊരു അസുഖമാ. ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ടെൻഷൻ കൂടുമ്പോഴേ ഇവൻ ഈ സാധനം ചെയ്യുന്നത്. പക്ഷേ ബിഗ് ബോസിൽ ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ എല്ലാ രീതിയിലുള്ള ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ആൾക്കാർ കണ്ടു. അതാണ് ഞാൻ. പിന്നെ എല്ലാവരെയും പോലെ ഞാനൊരു മനുഷ്യജന്മമാണ്. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഇവളെ തർക്കശാസ്ത്രത്തിൽ PhD എടുത്തവളാണ്. പറഞ്ഞു ജയിക്കാൻ പറ്റൂല. എന്തോ ബിഗ് ബോസിന്റെ മോളാണ്, അല്ല ലാലേട്ടന്റെ മോളാണ് ഞാൻ, ബിഗ് ബോസിന്റെ മരുമോളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമാനമേ എനിക്കുള്ളൂ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. അങ്ങനെ പറയുന്നത് മേ ബി എന്നെ കുത്താൻ പറയുന്നത്, പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. എന്നിട്ട് കാരണം എന്നെ എത്രത്തോളം നെഗറ്റീവായി പ്രൊജക്ട് ചെയ്യാമോ ഞാൻ അങ്ങനെയാണ് പ്രൊജക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഭയങ്കരം തന്നെ. എന്റെ ഒരു പോസിറ്റീവുകളും എന്റെ ഒരു നല്ലതും എവിടെയും അവർ കാണിച്ചിട്ടില്ല. ഇനിയിപ്പം എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഇതിന്റെ ഇത്ര ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇതിന്റെ ഇങ്ങോട്ടും സാധനമുണ്ട്, ഇതിന്റെ ഇങ്ങോട്ടും സാധനമുണ്ട്, അത് നിങ്ങൾ കാണുന്നില്ല. അതിനൊന്നും ഇല്ലേ? അവർ പുറത്ത് വിടുന്നുമില്ല, എന്നാൽ പുറത്ത് വിടുന്ന തൊട്ട് നിങ്ങൾ പലരും കാണാൻ ശ്രമിക്കുന്നുമില്ല. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. നമുക്കിനി അവരോട് പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. എന്തെന്ന് പറഞ്ഞ് പരാതി പറയും? നശിക്കേണ്ടതും നന്നാവേണ്ടതും ഒക്കെ നശിച്ച് നന്നായി കഴിഞ്ഞു. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? നമുക്കിനി അവരോട് പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. എന്തെന്ന് പറഞ്ഞ് പരാതി പറയും? നശിക്കേണ്ടതും നന്നാവേണ്ടതും ഒക്കെ നശിച്ച് നന്നായി കഴിഞ്ഞു. എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനിക്കണം. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.